ഇന്ന് ഒരതിപ്രധാന കാര്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. ലോകവ്യാപകമായി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനപരിവർത്തനം നടക്കുന്നത് എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യമാണ്. ആർക്കും തടയാൻ കഴിയാതെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്? ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ശേഷം തിരികെ പോകുന്നവർ വളരെ ചുരുക്കമാണ്. എന്താണ് കാരണം? ക്രിസ്തു ശിഷ്യന്മാർ കഞ്ഞിയും പയറും പണവും കൊടുത്താണോ ആളുകളെ മാറ്റുന്നത്? ക്രിസ്തു വിശ്വാസം തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിച്ച രാജാക്കന്മാർ, ഭരണകൂടങ്ങൾ, സംഘടനകൾ, വ്യക്തികൾ തുടങ്ങിയ വൻ ശക്തികൾ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. എങ്കിലും ക്രിസ്തു വിശ്വാസ സമൂഹം ലോകത്തിൽ അജയ്യമായി ക്രിസ്തുവിലുള്ള സമാധാനത്തോടെ വളർന്നുകൊണ്ടിരിക്കുന്നു, ജീവിക്കുന്നു. എന്താ അതിന്റെ കാരണം? ചിന്താശേഷിയുള്ള എല്ലാവരും കുത്തിയിരുന്ന് ചിന്തിക്കുന്ന കാര്യമാണിത്. മറ്റൊരു കാര്യം, യേശുവിന്റെ ശിഷ്യഗണങ്ങളിൽ ഭൂരിഭാഗവും വിദ്യാഭ്യാസം കുറഞ്ഞവരും കഴിവ് കുറഞ്ഞവരും സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവരുമാണ്. എങ്കിലും സമൂഹം അവരെ മാനിക്കുന്നു. എന്താ കാരണം? പല തത്വചിന്തകളും ഇസങ്ങളും തോറ്റു തുന്നം പാടിയ സമയത്തും ബൈബിളിലെ ദൈവവചനങ്ങൾ വളരെ മൂല്യമുള്ളതും നിഷേധിക്കാൻ കഴിയാത്തതും ഉയർന്നു നിൽക്കുന്നതുമായ കാര്യമാണ്. എന്താണ് കാരണം? 1-ാം നൂറ്റാണ്ടിൽ യേശു കർത്താവ് വ്യത്യസ്ത മേഖലകളിൽ ജീവിച്ചിരുന്ന കഴിവ് കുറഞ്ഞ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഇന്ന് ലോകത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? മരണത്തെ ജയിച്ച യേശു ശിഷ്യന്മാർ കാണുക സ്വർഗാരോഹണം ചെയ്തു. താൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്തു. ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. അന്നു മുതൽ യേശുവിന്റെ ശിഷ്യന്മാർ പ്രസംഗിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്ന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകി സ്വർഗത്തിലെത്തിക്കുന്ന യേശുവാണ് ഇതിന്റെ നേതാവ്, ഇതിന്റെ കാരണഭൂതൻ. യേശു പ്രഖ്യാപിച്ചു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് വരെ ജയിച്ചിട്ടില്ല, ഇനിയൊട്ട് ജയിക്കാൻ പോകുന്നുമില്ല. ബൈബിൾ പറയുന്നു, കർത്താവായ യേശു വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വീണ്ടും പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, യേശുവാണ് എന്റെ ബോസ്. ലോക നേതാക്കൾ പറയുന്നു, യേശു ക്രിസ്തു അനിഷേധ്യ നേതാവാണ്. അതുകൊണ്ട് ശരിയായ ക്രിസ്തു വിശ്വാസികളെ ശല്യപ്പെടുത്താതിരിക്കുക. അത് ദൈവികമാണ്. അതിനാൽ ആർക്കും അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടിയാൽ അത് മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നതിന് തുല്യമാണ്. സർവശക്തനായ ദൈവം അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ജാഗ്രത.